എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിവേക്. ഇന്ന് ഒരു മണിപ്രവാള വിപ്രലംഭ ശൃംഗാര ശ്ലോകമാണ് ഞാൻ ചൊല്ലി വിവരിക്കുവാൻ ശ്രമിക്കുന്നത്. ആദ്യമായി ശ്ലോകം ചൊല്ലുന്നു. കോലം നേർപാതിയായി ബതകുസുമശരൻ വൈരി വെൺതിങ്കൾ ചൂടാമാലേപം ചാല വെണ്ണീറശനമപി വിഷപ്രായമോർക്കും ദശായാം ലീലാരാമം ചിതാകാനനമനലമയം ചിത്രകം ചിത്രമേവം ബാലേ മേ വന്നുകൂടി ഗിരിശത പിരളീ നായികേ നിൻവിയോഗേ. ക്രിസ്തുവർഷം 15, 16, 17 നൂറ്റാണ്ടുകളാണ് മണിപ്രവാള സാഹിത്യത്തിന്റെ കാലഘട്ടമായി ഭാഷാചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ കാലഘട്ടത്തിൽ ഭക്തിരസപ്രധാനവും ശൃംഗാരരസപ്രധാനവും രാജസ്തുതിപരവുമായ ധാരാളം കാവ്യങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിമനോഹരങ്ങളും ആശയഗംഭീരങ്ങളുമായ നിരവധി മുക്തകങ്ങളും രചിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ മിക്കതും അജ്ഞാത കർത്തൃകങ്ങളുമാണ്. ഈ കൂട്ടത്തിൽ നിന്നും ഏതാനും ശ്ലോകങ്ങൾ സമാഹരിച്ച്, പലതും ശൃംഗാര ശ്ലോകങ്ങൾ തന്നെയാണ്, പദ്യരത്നങ്ങൾ, മണിപ്രവാള പഞ്ചകം എന്നിങ്ങനെയുള്ള ചില പുസ്തകങ്ങളും കണ്ടിട്ടുണ്ട്. കൗണോത്തര, ചെറിയച്ചി, ഉത്തരാചന്ദ്രിക, മേദിനി വെണ്ണിലാവ്, മല്ലി നിലാവ് എന്നിങ്ങനെ പല പല പേരുകളിലുമുള്ള നായികമാരെ വർണ്ണിച്ചുകൊണ്ടുള്ളതാണ് ഭൂരിഭാഗം മുക്തക ശ്ലോകങ്ങളും. അതിൽ പിരളീ നായിക എന്ന സ്ത്രീരത്നത്തെ സംബോധന ചെയ്തിട്ടുള്ള ശ്ലോകമാണ് ഇപ്പോൾ ചൊല്ലിയത്. തൻ്റെ പ്രിയതമയെ പിരിഞ്ഞിരിക്കുന്ന നായകന് സാക്ഷാൽ ശ്രീപരമേശ്വരന്റെ അവസ്ഥ സംജാതമായി എന്ന് കവി അല്ലെങ്കിൽ നായകൻ ചമത്കാരപൂർവേണ വിവരിച്ചിരിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. നമുക്ക് ശ്ലോക വിവരണത്തിലേക്ക് കടക്കാം. കോലം നേർപാതിയായി. ശിവനെ സംബന്ധിച്ച് പറയുമ്പോൾ പാർവതിയോടുള്ള സ്നേഹാധിക്യത്താൽ ഗൗരിക്ക് തൻ്റെ ശരീരം പകുത്തു നൽകിയവനാണ് പരമേശ്വരൻ. അത് നായക സംബന്ധിയായി പറയുകയാണെങ്കിൽ, അതായത് എന്നെ സംബന്ധിച്ച് നിന്നെക്കുറിച്ച് നിന്റെ വിരഹത്തിൽ ചിന്തിച്ച് ചിന്തിച്ച് ഞാൻ ക്ഷീണിച്ചവശനായി, അതായത് കോലം കെട്ടുപോയി എന്ന് സാരം. അടുത്തത് ബത കുസുമശരൻ വൈരി. കുസുമശരൻ കാമദേവൻ, കഷ്ടം. കുസുമശരനാണ് ശത്രു. അത് ശിവപക്ഷത്തു നിന്ന് ചിന്തിക്കുമ്പോൾ കാമനെ നേത്രാഗ്നിയിൽ ചുട്ടുകൊന്നവനാണ് ശിവൻ എന്ന കഥ പ്രസിദ്ധമാണല്ലോ. നായക സംബന്ധിയായി പറയുകയാണെങ്കിൽ നായികയെ പിരിഞ്ഞ് ആ വിരഹവ്യഥയിൽ തന്നെ ദഹിപ്പിച്ച് ദ്രോഹിക്കുന്നവനാണ് കാമൻ. അങ്ങനെ കാമൻ നായകന്റെ ശത്രുവുമായി തീരുന്നു. വെൺതിങ്കൾ ചൂടാം. വെൺതിങ്കൾ, വെളുത്ത ചന്ദ്രൻ. ചൂടാം എന്നുള്ളത് രണ്ട് തരത്തിലാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. ശിവപക്ഷത്തിൽ പറയുമ്പോൾ ശിവന്റെ ശിരോലങ്കാരമാണ് ചന്ദ്രകല. ചന്ദ്രചൂടനാണ് ശിവൻ. അങ്ങനെ ശിവൻ ചന്ദ്രനെ ചൂടുന്നു എന്ന് പറയാം. അത് നായകനെ സംബന്ധിച്ച് പറയുമ്പോൾ ചന്ദ്രരശ്മികൾ നായകനെ തപിപ്പിക്കുന്നതാണ്. സാധാരണ യുവമിഥുനങ്ങൾക്ക് സന്തോഷം പകരുന്ന കാഴ്ചയാണ് ചന്ദ്രബിംബം എന്നാണ് പുരാണപക്ഷം. പക്ഷേ അത് വിരഹികളെ സംബന്ധിച്ചാണെങ്കിൽ ശീതത്യുട്ടായ ഈ ചന്ദ്രൻ അല്ലെങ്കിൽ ചന്ദ്രരശ്മികൾ നായകന് ശരീരത്തിന് ചൂട് നൽകുന്നു എന്ന് സാരം. ആലേപം ചാലവെണ്ണീർ. ചാലവെണ്ണീർ, ചുടലക്കാട്ടിലെ ഭസ്മം. ചുടലക്കാട്ടിലെ ഭസ്മമാണ് ശിവൻ ശരീരത്തിൽ ആലേപനം ചെയ്യുന്നത്. അത് നായകനെ സംബന്ധിച്ചാണെങ്കിൽ നായകൻ ശരീരത്തിൽ പുരട്ടുന്ന അല്ലെങ്കിൽ ആലേപനം ചെയ്യുന്ന കുറിക്കൂട്ടുകളും സുഗന്ധദ്രവ്യങ്ങളും വർധക വസ്തുക്കളും എല്ലാം തന്നെ വെണ്ണീർ പോലെ നായകന് തോന്നുന്നു എന്ന് സാരം.
അശനമപി വിഷപ്രായമോർക്കും ദശായ. ഓർക്കും ദശായ, ഓർക്കുന്ന സമയത്ത്, ആലോചിക്കുമ്പോൾ ശിവനെ സംബന്ധിച്ച് കാളകൂടം ഭക്ഷിച്ചിട്ടുള്ള ആളാണ്. എന്നാൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം നിന്റെ വിരഹത്തിൽ കഴിക്കുന്ന ഭക്ഷണമെല്ലാം വിഷമയമായി തോന്നുന്നു. അത് തീരെ ഇറങ്ങുന്നില്ല. ഇറങ്ങിയാൽ തന്നെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതായത് നീയില്ലാത്തപ്പോൾ എനിക്ക് ഒന്നും തന്നെ കഴിക്കാൻ തോന്നുന്നില്ല എന്ന് വ്യംഗ്യം. ലീലാരാമം ചിതാകാനനം. ശിവൻ ചുടലയിൽ വിഹരിക്കുന്നവനും നൃത്തം ചെയ്യുന്നവനുമാണ്. അത് നായകനെ സംബന്ധിച്ചാണെങ്കിൽ സന്തോഷം നൽകുന്ന ആരാമത്തിൽ പോയി ഇരിക്കുന്നത് പോലും ശ്മശാനത്തിൽ ഇരിക്കുന്നതിന് തുല്യമാണ് നായകന് തോന്നുന്നത്. തുല്യമായാണ് നായകന് തോന്നുന്നത്. അതായത് വിരഹവ്യഥയിൽ ഏത് ഉദ്യാനത്തിൽ പോയാലും അത് ശ്മശാനമായി തോന്നുന്നു നായകന്. അനലമയം ചിത്രകം. ശിവപരമായി ചിന്തിക്കുമ്പോൾ പൊട്ട് എന്നത്, ചിത്രകം എന്നാൽ പൊട്ട്, പൊട്ട് എന്നത് മൂന്നാമത്തെ കണ്ണാണ്. ശിവന്റെ മൂന്നാമത്തെ കണ്ണ് അത് തീക്കണ്ണാണ്. അപ്പോൾ അനലമയം ചിത്രകം, ശിവന്റെ പൊട്ട് അനലമയമാണ്, തീയാണ്. അത് നായകനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ നായകൻ കുറി തൊടുന്നത് അത് ചൂട് നൽകുന്നു എന്ന് സാരം. അത് കളഭക്കുറിയാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കുറിയാവാം. അത് അല്ലെങ്കിൽ തീക്കൊള്ളി കൊണ്ട് കുത്തുന്നത് പോലെ അനുഭവപ്പെടുന്നു. ഒരു പൊട്ട് തൊടുന്നത് നായകന് തീക്കൊള്ളി കൊണ്ട് കുത്തുന്നത് പോലെയാണ് അനുഭവപ്പെടുന്നത് എന്ന് നായകപക്ഷത്തിൽ നിന്ന് നായകൻ പറയുന്നു. ചിത്രമേവം, ഇതെല്ലാം അത്ഭുതകരം തന്നെ. ബാലേ, അല്ലയോ സുന്ദരി, മേ വന്നുകൂടി ഗിരിശത, എനിക്ക് പരമശിവന്റെ അവസ്ഥ വന്നു ചേർന്നു. എങ്ങനെ? പിരളീ നായികേ നിൻ വിയോഗേ, അല്ലയോ പിരളീ നായികേ, നിന്റെ വിയോഗത്തിൽ എനിക്ക് ശിവത്വം വന്നു ചേർന്നു എന്ന് കവി അല്ലെങ്കിൽ കാമുകൻ ചമത്കാരപൂർണമായി വർണ്ണിച്ചിരിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. ഇത്രയുമാണ് ഇതിൻ്റെ വിവരണം. ഞാൻ പറഞ്ഞതിൽ വിട്ടുപോയിട്ടുള്ളതോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കാനായിട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സദസ്സിലെ പണ്ഡിത ശ്രേഷ്ഠന്മാരും ശ്ലോക വിദഗ്ധരും ആ കർമ്മം നിർവഹിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. ഒന്നുകൂടി ശ്ലോകം ചൊല്ലുന്നു. കോലം നേർപാതിയായി ബതകുസുമശരൻ വൈരി, വെണ്ടിങ്കൾ ചൂടാമാലേപം ചാല വെണ്ണീറശനമപി വിഷപ്രായമോർക്കും ദശായം. ലീലാരാമം ചിതാകാനനമനലമയം ചിത്രകം. ചിത്രമേവം ബാലേ മേ വന്നുകൂടി ഗിരിശത, പിരളീ നായികേ നിൻ വിയോഗേ. ഏവർക്കും നമസ്കാരം.